ഹലോ ഗൈസ്, ഇന്ന് ചെറിയൊരു നഴ്സറി വ്ളോഗാണ്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം ആൾക്ക് ചെറിയൊരു നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട കുറച്ച് ചെടികൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 10 മണിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഞങ്ങളൊരു വൈകുന്നേര സമയത്ത് ചെന്നതുകൊണ്ട് പൂക്കളൊക്കെ അങ്ങ് വാടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ കളറാണെന്നുള്ളത് നോക്കിയെടുക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. പിന്നെ ഈ കാണുന്നത് ഹണീസക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ട്. ഒരു ചെറിയ ചട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത്. 3 കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അതും നല്ല സ്മെല്ലും ആണ്. പിന്നെ ദാ ഈ കാണുന്നത് മധുരക്കിഴങ്ങിൻ്റെ ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. നല്ലൊരു ഗ്രീനിഷ്, നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കളറ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ചെടിയായിട്ട് വേണമെങ്കിലും വെക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിങ്കാ റോസ, അത് ഹാങ്ങിങ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് നിൽപ്പുണ്ട് കേട്ടോ. പലതിൻ്റെ പേര് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പിന്നെ ഇതൊരു ടർട്ടിൽ വൈൻ്റെ വേറൊരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ വിങ്കാ റോസിൻ്റെ വൈറ്റ്, റോസ്, റെഡ്, അങ്ങനെ പല ടൈപ്പിലെ വെറൈറ്റീസ് നിൽപ്പുണ്ടായിരുന്നു. പെൻഡാസിൻ്റെ വെറൈറ്റീസ് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതാ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് എന്താണാവോ, അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ പേരും കൂടെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ ചൈന പിങ്കിൻ്റെ ഒരു വൈറ്റിൽ ഒരു റോസ് കളർ വരുന്നതും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു റോസ് കളറും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഇലച്ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. അഗ്ലോണിമ അങ്ങനെയുള്ള വെറൈറ്റീസും പിന്നെ 2-3 ടൈപ്പിലുള്ള ഓർക്കിഡ്, മണി പ്ലാന്റ്. ഓർക്കിഡിൻ്റെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇല്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന ആ 2-3 കളേഴ്സാണ് കേട്ടോ നിൽക്കുന്നുള്ളത്. പിന്നെ ഗൈസ്, മഴയായതുകൊണ്ട് തന്നെ ഇവിടെ നല്ലതായിട്ട് ചീവീടിൻ്റെ ഒരു ശല്യമുണ്ട്. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാലും ഈ ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റും. ഗൈസ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിനെ ചൈനീസ് ക്രോട്ടൺ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ ബൊഗെയിൻവില്ലയുണ്ട്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ ഒരു 2 മാസം മുമ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ബൊഗെയിൻവില്ലയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് പൂക്കൾ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പം മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയാണല്ലോ ബൊഗെയിൻവില്ലയൊക്കെ നശിച്ചു തുടങ്ങിയത്. പിന്നെ ഇതുപോലെ കുറച്ചേറെ അക്വാട്ടിക് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ബേസിനുകളിലായിട്ട് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെളിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പേര് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യൂ. അന്ന് ആൻറ്റി എന്തൊക്കെയോ പേര് പറഞ്ഞായിരുന്നു, പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതൊന്നും നിൽപ്പില്ല. പിന്നെ ഇത് ക്യാറ്റ്സ് ക്ലോ എന്നല്ലേ പറയുക. ഇതൊരു നല്ല മഞ്ഞ കളർ പൂവാണ് എന്നാണ് എൻ്റെ ഒരു ഗെസ്സ്. പിന്നെ ഇത് വലിയ മരമായിട്ട് പോകുന്നൊരു ചെടിയാണ് കേട്ടോ. ഞാൻ പലയിടത്തും വലിയ മരമായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിന് യെല്ലോ എൽഡർ എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കളറാണ്, ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ട്. പിന്നെ കുറേ സ്നേക്ക് പ്ലാന്റ്, പിന്നെ പെറ്റൂനിയയുടെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ. ഇത് നല്ലൊരു പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളകിൻ്റെ വെറൈറ്റീസും കൂടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെറ്റൂനിയയുടെ തന്നെ ഒരു വയലറ്റ് കളറ്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള വിങ്കാ റോസ്, ഇതുപോലെ ബൊഗെയിൻവില്ല നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് ശ്രീലങ്കൻ മുല്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ കഴിഞ്ഞൊരു നഴ്സറി വ്ളോഗ് ഇട്ടപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം ഞാനതിന് മലേഷ്യൻ മുല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആക്ച്വലി ഈ ചെടി കണ്ടപ്പം എനിക്ക് എങ്ങനെയെങ്കിലും മേടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു ആഗ്രഹം അങ്ങനെ അങ്ങ് നിർത്തി വെച്ചേക്കാണ്. എന്നെങ്കിലും അതൊന്ന് മേടിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വിങ്കാ റോസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയാമോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളർ കാണുന്നത്. ഒരു പിങ്കിനുള്ളിൽ ഒരു മജന്ത പോലൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഞാനൊരു അരി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും അത് വളർന്ന് വരുന്നുണ്ട് ചെറുതായിട്ട്. നോക്കാം, സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ കുറേ ചെടികൾ അതിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ സിമെൻറ്റ് ചട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഈ സിമെൻറ്റ് ചട്ടികളും മൺചട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തോളം അത് നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പം മേടിച്ചിട്ടുണ്ടായിരുന്ന ചെടിച്ചട്ടികളൊക്കെ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ. കൂടുതലും മൺചട്ടികളാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ റേറ്റ് ഉദ്ദേശിച്ചാണ് നമ്മൾ പലരും ഈ പ്ലാസ്റ്റിക് ചട്ടികൾ മേടിക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്നതാണ് ഇതുപോലുള്ള ചട്ടികൾ. പിന്നെ എല്ലാ നഴ്സറികളിലൊന്നും ഇതുപോലത്തെ മൺചട്ടികളും സിമെൻറ്റ് ചട്ടികളൊന്നും കാണൂല കേട്ടോ. ചിലയിടത്തൊക്കെ കാണും. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചട്ടികളും മൺചട്ടികളും സിമെൻറ്റ് ചട്ടികളും എല്ലാ ടൈപ്പും ഉണ്ട്. വിത്തുകളുണ്ട്, വളങ്ങളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടു. പിന്നെ ഞാൻ കണ്ട ഒരു ക്യൂട്ട് സംഭവം കേട്ടോ. ഈ കാക്ടസിൻ്റെ ഒരു വെറൈറ്റി നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ വിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. പിന്നെ ഡെവിൾസ് ബാക്ക് ബോൺ ഉണ്ട്. സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ചെറിയൊരു നഴ്സറി വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ നഴ്സറിയുടെ പേര് നികുഞ്ചം ഗാർഡൻസ് ആണ്, കരുമാടിയിലാണ് കേട്ടോ. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.